പ്ലാസ്റ്റിക് അല്ലേ അയ്യോ ഒരു മിനിറ്റ് ഫോണില്ലേ പോയി പോയി ഈ മണ്ടൻ എന്നാ പിന്നെ ഇതും കൂടെ ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹനോയിലാണ്. ഡോങ്ങോയിന്ന് ഒരു 11:30 ആവുമ്പോഴത്തേനും 11:30ക്ക് ഞങ്ങൾ ഹനോയിലെത്തി. ഇവിടെ ഞങ്ങൾ ഫോങ്നയിൽ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ 11:30ക്ക് എത്തി, ചെക്ക് ഇൻ ചെയ്തു. അതെന്റെ ഇഷ്ടം. ഈ ലിഫ്റ്റ് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറന്റ് തപ്പി നടന്നു. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ഹനോയിലെ സ്റ്റേൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. എന്നെ ഒഴിവാക്കിയിട്ട് ഇതായി 3 പേരും കഴിച്ചോണ്ടിരിക്കുക. എനിക്ക് ഫ്രണ്ട് ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ മറ്റേ ഒരു റൈസ് വിത്ത് ബോയിൽഡ് ചിക്കൻ അങ്ങനെ എന്തോ ഫുഡ് ഐറ്റമാണ്. അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. ആ ഫുഡ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സൂപ്പും കിട്ടും നമുക്ക് അതിൻ്റെ ഒപ്പം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഹാലോങ് ബേ ഹാർബറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവിടുത്തെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ ഹാലോങ് ബേയിൽ സ്റ്റേ എടുക്കുകയാണെങ്കിൽ സിറ്റി എക്സ്പ്ലോർ ചെയ്യണതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് മൊത്തം സിറ്റി എക്സ്പ്ലോർ ചെയ്ത് നാളെ കാഡ്ബ ഐലൻഡിലേക്ക് പോകാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇത് എന്നിട്ടാ ഒരു കാലായിട്ടൊരു ഏരിയ, കുറേ വീടുകൾ. എനിക്ക് തോന്നുന്നു വില്ല പോലെ ഒരു പ്ലോട്ട് പോലെ പണിത് വിൽക്കാനുള്ള സ്ഥലം തോന്നുന്നുണ്ട്. നല്ലൊരു ഏരിയ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കരമായിട്ട് കാലിയായിട്ട് കിടക്കാണ് ഈ മൊത്തം ഏരിയ. ഇതൊക്കെ ഹോട്ടൽസും ചെറിയ ചെറിയ കഫേസുമാണ്. ഇപ്പോൾ ഇവിടെ സമയം 3:30-4 മണി ആയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെയും കടകൾ തുറന്നിട്ടില്ല. ഇവിടെ രാത്രിയാണ്, നൈറ്റ് ലൈഫാണ്. അപ്പോൾ ഇവിടെ രാത്രി ആയിരിക്കും മിക്കതും തുറക്കുന്നുണ്ടാവുക. ഞങ്ങളിപ്പോൾ ആ സ്ട്രീറ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കര എന്താ പറയുക, കാലായിട്ട് കിടക്കുന്ന ഒരു സ്ട്രീറ്റ്. ഇവിടെ ആരും താമസമില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ആരും താമസമില്ല. പക്ഷെ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അധികം വൈകാണ്ട് തന്നെ തുറക്കുന്നു വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അടുത്തൊന്നും എന്തായാലും പറ്റില്ല. ഞങ്ങൾ എന്തായാലും ഒരു 5 ദിവസത്തിൽ തിരിച്ചെത്തും. അതിന് മുന്നിൽ എന്തായാലും തുറക്കില്ല. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഹാലോങ് ബേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ വഴിയിലാണ് ഇതിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നടന്ന വഴിയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. എന്നിട്ട് അവസാനം ഹാലോങ് ബേയിലെത്തും. ഈ ഹാലോങ്ങിലേക്ക് വരുന്ന ഭൂരിഭാഗം ടൂറിസ്റ്റുകളും ക്രൂസിന് വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാലോങ്ങിലെ സിറ്റി ഭയങ്കര എംപ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ കാഡ്ബ ഐലൻഡിൽ നിന്ന് ക്രൂസ് എടുക്കാന്നുള്ള തീരുമാനത്തിൽ ഈ ഹാലോങ് സിറ്റിയും ബീച്ച് സൈഡും ജസ്റ്റ് ഒന്ന് നടന്ന് ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഇവിടെ ഹാലോങ്ങിൽ രാത്രി ഇപ്പോൾ ഒരു 7:30-8 മണി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. നമ്മൾ ഈ
അധികം റഷും തിരക്കൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പകല് കാണിച്ചെന്ന ആ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ട്, ആൾക്കാരൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് തന്നെ കിടക്കണം. ഞാൻ വിചാരിച്ചു രാത്രി ആകുമ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും, ഉണ്ടാവും, മേളായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും വിചാരിച്ചു. പക്ഷെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആൾക്കാർ കുറവാണ്, ആൾക്കാർ നന്നായി കുറവാണ്. പിന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ നന്നായി ഇട്ടിട്ടുണ്ട്. കടകളൊക്കെ അത് അടച്ചു തുടങ്ങി. കടകളിപ്പോൾ ഒരു 8 മണി, ഒരു 9 മണിയാകുമ്പോഴേക്കും മിക്ക കടകൾ അടയ്ക്കുന്നതാണ് പറഞ്ഞവര്. അപ്പോൾ ഇവിടെ അല്ല, ശരിക്കും ഹനോയിലാണ് നല്ല നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഇവിടൊക്കെ ഒരു 10 മണിയാകുമ്പോഴത്തേനും മൊത്തം കഴിയുമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ ഹോട്ടലിലത്തെ ആൾക്കാർ പറഞ്ഞത്. നടന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ കയറണാളെ മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ 2 സ്കൂട്ടർ റെൻ്റ് എടുത്തു. ഇന്ന് രാത്രിക്കും പിന്നെ നാളെ ഒരു സൺ വേൾഡ് എന്നുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അത് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററാണ്. അപ്പോൾ അവിടേക്കും പിന്നെ നാളെ രാത്രി കുറച്ച് കറങ്ങാനൊക്കെ ആയിട്ട് സ്കൂട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഒരു 2 സ്കൂട്ടർ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ സ്കൂട്ടറും എടുത്ത് വിയറ്റ്നാമിലെ ഒരു മസ്റ്റ് ട്രൈ വൈനായ റൈസ് വൈൻ മേടിക്കാൻ വേണ്ടി തിടുക്കത്തിൽ പുറപ്പെട്ടു. അങ്ങനെ ആ വൈനും മേടിച്ചു വന്ന് താഴെ ഫുഡും ഓർഡർ ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് കയറി. ഫുഡ് അവർ ഞങ്ങളുടെ റൂമിലേക്ക് എത്തിച്ചു തന്നു. അങ്ങനെ ഫുഡും റൈസ് വൈനൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഒരു 11 മണിക്ക് ഞങ്ങൾ വീണ്ടും കറങ്ങാൻ ഇറങ്ങി. സ്റ്റേയിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഒരു പാർട്ടി ഏരിയ ഉണ്ടെന്ന് ആ സ്റ്റേയിൻ്റെ ഓണർ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ അവിടേക്ക് തന്നെ വെച്ച് പിടിച്ചു. അതൊരു ഓപ്പൺ പാർട്ടി ആയതുകൊണ്ട് വേറെ എൻട്രൻസ് ഫീ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പാർട്ടി കുറച്ച് എൻജോയ് ചെയ്ത് ഒരു 12:30ക്ക് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് കയറി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്.